കേവലം അക്ഷരങ്ങൾ പകർന്നു നൽകുന്നതിനപ്പുറം കുട്ടികളുടെ ജീവിതത്തെയും മൂല്യങ്ങളെയും രൂപപ്പെടുത്തുന്ന സ്വയം പാഠപുസ്തകമാകുന്ന അധ്യാപകരുണ്ട്. ജീവിതം കൊണ്ട് മാതൃകയാകുന്നവർ, ഓരോ കുട്ടിയുടെയും കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ നല്ല മനുഷ്യരാക്കി മാറ്റുന്നവർ, പുസ്തകങ്ങളിലെ അറിവുകൾക്കപ്പുറം പ്രകൃതിയെയും ചുറ്റുപാടുകളെയും മനുഷ്യബന്ധങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നവർ. നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെയുള്ള ടീച്ചർമാരും മാഷുമാരുമുണ്ട്. ശരിതെറ്റുകളെക്കുറിച്ച് പറഞ്ഞു തന്നും തെറ്റുകൾ തിരുത്തിയും നമ്മുടെ കുട്ടിക്കാലത്തെ പരുവപ്പെടുത്തിയവർ. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ മാതൃകയായി ചൂണ്ടിക്കാട്ടാൻ പറ്റുന്ന എത്ര അധ്യാപകരുണ്ട്? കുട്ടികളുമായി ആത്മബന്ധമോ സ്നേഹമോ കരുതലോ ഇല്ലാത്തവരാണ് പുതിയ തലമുറയിലെ പല ടീച്ചർമാരും. ആ പഴയ മൂല്യങ്ങളൊക്കെ ഇപ്പോൾ കടലാസ് പുസ്തകത്തിൽ മാത്രമാണ്. പാലക്കാട്ടെയും നെന്മാറയിലെയും കണ്ണൂരിലെയും 3 അധ്യാപകരെ കുറിച്ച് കേട്ടാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ തന്നെ പേടി തോന്നും. ആ കേസുകളാണ് പോലീസ് പട്രോൾ ആദ്യം പരിശോധിക്കുന്നത്. സ്വാഗതം. ഒരു വിദ്യാർത്ഥിക്ക് പാഠപുസ്തകത്തിനപ്പുറം അറിവും മാർഗനിർദ്ദേശവും നന്മകളും പകർന്നു നൽകേണ്ടവരാണ് അധ്യാപകർ. അതായത് പഠനത്തിനൊപ്പം തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കേണ്ടവർ. എന്നാൽ ഇക്കാലത്ത് അധ്യാപക സമൂഹത്തിന് തന്നെ നാണക്കേടാകുന്ന ചില ആളുകളുണ്ട്. പാലക്കാട് നഗരത്തിലെ സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പ്രധാന അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. കുട്ടി പുസ്തകം വാങ്ങാനെത്തിയപ്പോൾ ഓഫീസ് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ പോക്സോ കേസെടുത്തെങ്കിലും പരാതിയെക്കുറിച്ച് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. പാലക്കാട് നഗരത്തിലെ സർക്കാർ UP സ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ അധ്യാപകൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. സംഭവത്തിൽ ലൈംഗികാതിക്രമം നടത്തിയ പ്രധാന അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാലക്കാട് സൗത്ത് പോലീസാണ് പോക്സോ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ മാസം സഹോദരനുമായി സ്കൂളിൽ പാഠപുസ്തകം വാങ്ങാനെത്തിയതായിരുന്നു വിദ്യാർത്ഥിനി. ഈ സമയത്ത് സഹോദരന് പുസ്തകം താഴത്തെ മുറിയിൽ നിന്ന് എടുത്തു കൊടുത്തു. തുടർന്ന് പെൺകുട്ടിയുടെ പുസ്തകം മുകളിലെ മുറിയിൽ ഇരിക്കുന്നെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. സംഭവത്തിന് ശേഷം കുട്ടി മാനസികമായ വിഷമം പ്രകടിപ്പിച്ചതോടെയാണ് വീട്ടുകാർ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതും പോലീസിൽ പരാതി നൽകിയതും. കുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഈ അധ്യാപകന്റെ ഭാഗത്ത് നിന്ന് സമാന രീതിയിലുള്ള മോശം പെരുമാറ്റവും അതിക്രമവും ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസിന് നൽകിയ മൊഴിയിൽ വിദ്യാർത്ഥിനി വ്യക്തമാക്കുന്നത്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അധ്യാപകനെതിരെ കർശനമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രതിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ന്യൂസ് 18 പാലക്കാട്. കുട്ടികളെ അധ്യാപകർ അടിച്ചെന്നും മർദ്ദിച്ചെന്നും കേൾക്കുമ്പോൾ പഴയ തലമുറയ്ക്ക് അത്ര വലിയ അതിശയമൊന്നും തോന്നാറില്ല, അല്ലേ? പണ്ട് നമ്മളൊക്കെ കുറേ വഴക്കും അടിയുമൊക്കെ കൊണ്ടുവളർന്നവരാണ്. എന്നാൽ പണ്ടത്തെ പോലെയല്ല. ഇക്കാലത്തെ കുട്ടികൾക്ക് ചെറിയ ശകാരങ്ങൾ പോലും താങ്ങാൻ കഴിയില്ല. പാലക്കാട് നെന്മാറയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ച സംഭവത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണേണ്ടത്. സംഭവത്തിൽ പാലക്കാട് അയിരൂർ ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപകൻ ഉദയനെതിരെയാണ് പരാതി. വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിലാണ് കുട്ടിക്ക് പരിക്കേറ്റതെന്നാണ് അധ്യാപകന്റെ വാദം. ജൂൺ 29 ഉച്ചയ്ക്ക് സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തി അധ്യാപകൻ മുഖത്തടിച്ചു എന്നാണ് പരാതി. മർദ്ദനത്തിൽ ഇടതുകണ്ണിനു താഴെ പരിക്കേറ്റിട്ടുണ്ട്. ഞാനും ഹൃദയം വന്നൊരു കുട്ടിയും കൂടിയിട്ട് ഞങ്ങൾ ചെറുതായിട്ട് അടിപിടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപിടിയായിട്ടിപ്പോൾ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു. അപ്പോൾ ഞാൻ സ്റ്റാഫ് റൂമിൽ വിളിച്ചിട്ട് വേറൊരു സാറിൻ്റെ അടുത്ത് എന്താ നടന്നതെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉദയൻ സാർ അവിടെ നിന്ന് വന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ ഭാഗത്തേക്കായിട്ട് അടിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല.
ശ്വാസം മുട്ടിയിട്ടും നെഞ്ചു വേദനിച്ചിട്ടൊന്നും എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറയാൻ നോക്കുമ്പോഴേക്ക് വേറെയുള്ള ടീച്ചർമാർക്ക് നീ ഗുണ്ടയാണോ, നീ ഗുണ്ടയല്ലേ, നീ ഗുണ്ടയാണോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. കുട്ടി ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ തുടർന്ന് നെന്മാറ പോലീസ് വിദ്യാർത്ഥിയുടെയും അധ്യാപകന്റെയും മൊഴിയെടുത്തു. സ്കൂളിലെ PTA ഫണ്ട് ക്രമക്കേട് സംബന്ധിച്ച് ഈ അധ്യാപകനെതിരെ ആരോപണങ്ങളുണ്ടെന്നും ഇതാണ് മകനെ അകാരണമായി മർദ്ദിക്കാൻ കാരണമെന്നുമാണ് അമ്മ നീരജ പറയുന്നത്. സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റ് ആണിവർ. മക്കള് തമ്മിൽ എന്തോ അടിപിടി ഉണ്ടായി പറഞ്ഞിട്ട് എൻ്റെ മകനെ സ്റ്റാഫ് റൂമിലേക്ക് സാറ് വിളിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ലിജോ മാഷാണ് വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ലിജോ മാഷ് മോനോട് എന്താണ് സിദ്ധാർത്ഥ അവിടെ നടന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഉദയ മാഷ് എന്ന് പറഞ്ഞ മാഷ് വന്നിട്ട് മോനെ മുഖത്ത് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. മുഖത്ത് മർദ്ദിച്ചതിന് ശേഷം മോന് നല്ല കണ്ണിൽ പെയിൻ ഉണ്ടായിരുന്നു. 4 മണിക്ക് വന്നപ്പോഴാണ് ബാക്കിയുള്ള കാര്യം ഞാൻ അറിഞ്ഞത്. അപ്പോഴേക്കും മോൻ മൊത്തം നീരായിട്ട് ഞാൻ കുട്ടിയും കൊണ്ട് നെന്മാറ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഞങ്ങൾ PTA-യുമായിട്ട് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് പരാതികൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരാതി നിലനിൽക്കുന്ന സമയത്താണ് ഒരു പ്രകോപനം കൂടാണ്ട് ഈ ഉദയ മാഷ വന്നിട്ട് എൻ്റെ മകൻ്റെ മുഖത്ത് മർദ്ദിക്കുകയുണ്ടായിട്ടുള്ളത്. അതേസമയം ആരോപണം അധ്യാപകൻ M. ഉദയൻ നിഷേധിക്കുകയാണ്. സ്കൂൾ വാർഷികവുമായി ബന്ധപ്പെട്ട് നോട്ടീസിൽ പേരുൾപ്പെടുത്താത്തതിലുള്ള വൈരാഗ്യമാണ് ആരോപണത്തിന് പിന്നിലെന്നും വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയിലാണ് കുട്ടിക്ക് പരിക്കേറ്റതെന്നുമാണ് ഉദയൻ പറയുന്നത്. സ്കൂളിലെ പ്രധാനാധ്യാപകന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഉദയൻ ഇടതുപക്ഷ അധ്യാപക സംഘടനയുടെ നേതാവാണ്. ന്യൂസ് 18 പാലക്കാട്. കാസർഗോഡ് ബേക്കലിൽ ഓപ്പറേഷൻ തൂഫാൻ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി യുവാക്കൾ സംഘടിപ്പിച്ച കാർ റാലിക്കിടെ എന്താണ് സംഭവിച്ചത്? പോലീസ് യുവാക്കളെ മർദ്ദിച്ച ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ സംഭവം വിവാദമായിരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥൻ ബൂട്ടിട്ട് ചവിട്ടുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷണൽ SI പ്രിൻസ് ജോണാണ് യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. പോർച്ചുഗൽ ഫാൻസ് അസോസിയേഷൻ സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച കാർ റാലിക്കിടെ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അനധികൃതമായി വാഹനങ്ങൾ കയറ്റിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. പള്ളിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗ്രൗണ്ടിൽ അതിക്രമിച്ചു കയറി കാർ റേസിംഗ് നടത്തിയെന്ന പരാതിയെ തുടർന്നാണ് ബേക്കൽ പോലീസ് സ്ഥലത്തെത്തിയത്. ഒരു കൂട്ടം പോർച്ചുഗൽ ആരാധകരുടെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അനധികൃതമായി പ്രവേശിച്ചത്. HMന്റെ പരാതിയെ തുടർന്നാണ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ SI പ്രിൻസ് ജോണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയത്. വാഹനങ്ങൾ സ്റ്റേഷനിലേക്ക് മാറ്റാൻ പോലീസ് ആവശ്യപ്പെട്ടപ്പോൾ വാക്കുതർക്കവും സംഘർഷാവസ്ഥയും ഉണ്ടായി. തുടർന്ന് കൂടുതൽ പോലീസ് എത്തി ബലം പ്രയോഗിച്ച് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. SIയുടെ നേതൃത്വത്തിൽ ക്രൂരമായ മർദ്ദനം നടന്നതായാണ് യുവാക്കളുടെ ബന്ധുക്കളുടെ ആരോപണം. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന യുവാവിന്റെ നെഞ്ചിന് നേരെ ബൂട്ടിട്ട് ചവിട്ടുന്നതും മുഖത്തടിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. സംഭവത്തിൽ SI പ്രിൻസ് ജോണിന്റെ പരാതിയിൽ കാസർഗോഡ് സ്വദേശികളായ 5 പേർക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതുൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. ഇവരുടെ വാഹനങ്ങളും പിടിച്ചെടുത്തു. പോർച്ചുഗൽ ഫാൻസ് സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച കാർ റാലിയുടെ സമാപന ചടങ്ങിന് ശേഷം തിരിച്ചു പോകുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പരിപാടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടായിരുന്നു കാർ റാലി സംഘടിപ്പിച്ചത്.
ന്യൂസ് 18 കാസർഗോഡ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു നടക്കുന്ന ചില പിള്ളേരില്ലേ, ഇവർ ഈ സമൂഹത്തെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ചിന്തിക്കുന്നത് നല്ലതാണ്. പണവും പ്രശസ്തിയും ഒക്കെ ആകുമ്പോൾ പലരും നിയമത്തെയും നിയമവ്യവസ്ഥയും വെല്ലുവിളിക്കും. കാസർഗോഡ് പെരുമ്പള സ്വദേശി SR ധന്നി എന്ന ഹെലനോസ് പാർട്ടിയുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് ധന്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് പരിശോധനയ്ക്കിടെ കാർ അമിത വേഗത്തിൽ ഓടിച്ചു പോയതോടെ സംശയം തോന്നിയ ഉദ്യോഗസ്ഥർ വാഹനം പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. മദ്യപിച്ച് വാഹനമോടിച്ചതിനാലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഹെലനോഫ് സ്പാട്ട എന്ന SR ധന്യ പിടിയിലായത്. പോലീസിനെ കണ്ട് അമിത വേഗത്തിൽ ഓടിച്ചുപോയ കാർ കുമ്പള പോലീസ് ഇൻസ്പെക്ടർ ബൈജു കെ ജോസിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു നിർത്തിയാണ് പിടികൂടിയത്. ബുധനാഴ്ച പുലർച്ചെ കാസർഗോഡ് അണങ്കൂരിൽ നിന്ന് തുടങ്ങിയ സംഭവ പരമ്പര സംബന്ധിച്ച് കുമ്പള പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ പറയുന്നത് ഇങ്ങനെ: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ദേശീയപാതയിൽ പരിശോധന നടത്തുകയായിരുന്നു കുമ്പള പോലീസ് ഇൻസ്പെക്ടറും സംഘവും. അണങ്കൂരിലെത്തിയപ്പോൾ ടാറ്റ പഞ്ച് കാർ ദേശീയപാതയിൽ അപകടകരമായ വിധത്തിൽ നിർത്തിയിട്ട നിലയിൽ കണ്ടെത്തി. തുടർന്ന് കാർ നിയമാനുസൃതമായി പരിശോധിക്കുന്നതിന് പോലീസ് തീരുമാനിച്ചു. എന്നാൽ ഇതിനു തയ്യാറാകാതെ കാർ അമിത വേഗത്തിൽ കുമ്പള ഭാഗത്തേക്ക് ഓട്ടിച്ചുപോയി. പോലീസ് സംഘം കാറിനെ പിന്തുടർന്നു. പുലർച്ചെ 2 മണിയോടെ കാർ ബന്ദിയോട് ഭഗവതി നഗറിൽ വെച്ച് തടഞ്ഞു നിർത്തി. പരിശോധനയിൽ കാർ ഓടിച്ചിരുന്ന ധന്യ മദ്യലഹരിയിലാണെന്ന് വ്യക്തമായി. തുടർന്നാണ് കേസെടുത്തത്. കാറിൽ ധന്യയെ കൂടാതെ ഭർത്താവും ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം കുണ്ടറ ഉമയനെല്ലൂർ എന്ന പ്രദേശത്ത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇപ്പോൾ വീടിന് പുറത്തിറങ്ങാൻ പോലും പേടിയാണ്. ഒരു അജ്ഞാതനായ മനുഷ്യൻ വീട്ടിലെത്തി കുട്ടികളെ ഉൾപ്പെടെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. പലരും ആദ്യ നാണക്കേടും ഭയവും കാരണം പുറത്തുപോലും പറഞ്ഞില്ല. എന്നാൽ ഇങ്ങനെ അതിക്രമം പതിവായപ്പോൾ നാട്ടുകാർ അക്രമിയെ പിടികൂടാൻ രംഗത്തിറങ്ങി. കഴിഞ്ഞ ദിവസം അയാൾ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ നിലവിളി ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറുകയായിരുന്നു. നിരവധി സ്ഥലങ്ങളിൽ സമാന രീതിയിലുള്ള അതിക്രമ ശ്രമങ്ങൾ നടത്തിയ ഗോകുൽ കൃഷ്ണയെയാണ് അറസ്റ്റ് ചെയ്തത്. ഉമയനെല്ലൂർ പുതുച്ചിറ കുന്നുംപുറത്ത് വീട്ടിൽ ഗോകുൽ കൃഷ്ണയാണ് അറസ്റ്റിലായത്. പ്രതിയുടെ ചിത്രവും CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ട് അന്വേഷണം നടത്തിയ കുണ്ട്ര പോലീസ് കൊട്ടിയം സ്റ്റേഷൻ പരിധിയിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ 28-ന് കുണ്ട്ര സ്റ്റേഷൻ പരിധിയിലെ ഒരു വീട്ടിൽ ആരുമില്ലാത്ത സമയം അതിക്രമിച്ചു കയറുകയും അവിടെയുണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്നാണ് പരാതി. കുട്ടി ബഹളം വെച്ചതോടെ പ്രതി ഓടിയിറങ്ങി സ്കൂട്ടറിൽ രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുണ്ട്ര കണ്ണനല്ലൂർ സമീപ പ്രദേശങ്ങളിൽ സമാന രീതിയിൽ ഇയാൾ പല വീടുകളിലുമെത്തി സ്ത്രീകളെ ശല്യം ചെയ്തതായി കണ്ടെത്തി. പലരും പരാതി നൽകാൻ തയ്യാറാകാതിരുന്നതിനാൽ സംഭവങ്ങൾ പുറത്തു വന്നിരുന്നില്ല. ഒടുവിലൊരു കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ശക്തമാക്കിയത്. 2 ദിവസം മുൻപ് പ്രതിയുടെ ചിത്രങ്ങളും CCTV ദൃശ്യങ്ങളും പോലീസ് പുറത്തുവിട്ടിരുന്നു. തുടർന്ന് നടത്തിയ നിരീക്ഷണത്തിനൊടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ അതിസാഹസികമായാണ് പ്രതിയെ പിടികൂടിയത്. പോലീസ് ഓഫീസറെ മർദ്ദിച്ചതുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഗോകുൽ കൃഷ്ണ. SI-മാരായ അതുൽ, രാഹുൽ, വിഷ്ണു ദീപു പിള്ള, ASI ഷിൻഡോ, CPO ശ്രീജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ കൂടുതൽ കേസുകളിൽ അന്വേഷണം തുടരുകയാണെന്ന് കുണ്ട്ര പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊല്ലം. ഈ നാട്ടിൽ പോലീസിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണ് വഴിയുള്ളതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഒരു അതിക്രമമോ അധിക്ഷേപമോ നേരിട്ടിട്ടും കേസെടുത്തില്ലെങ്കിൽ ഇവിടെ നിയമവും കോടതിയും ഉണ്ടെന്നേ. നടി അൻസിബ ഹസൻ നടത്തിയ നിയമ പോരാട്ടം സാധാരണക്കാർക്കും മാതൃകയാക്കാവുന്നതാണ്. തന്നെ അധിക്ഷേപിച്ചവരെ നിയമത്തിൽ നിന്ന് കൊണ്ടുവരാൻ
അൻസിബ കോടതി വരെ എത്തി. സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘം ചേർന്ന് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ലക്ഷ്മിപ്രിയയ്ക്കെതിരെയും കോടതിയിൽ പരാതി നൽകി. പോലീസ് നടപടിയെടുക്കുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജി. അതേസമയം കോടതിയുടെ നിർദ്ദേശപ്രകാരം ടിനി ടോമിന്റെ കേസെടുത്ത പോലീസ് ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഓൺലൈൻ മാധ്യമത്തിലൂടെ ലക്ഷ്മിപ്രിയ തന്നെ അധിക്ഷേപിച്ചെന്ന് കാട്ടി അൻസിബ പാലാരിവട്ടം പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ പോലീസ് കേസെടുത്തില്ല. ഇതോടെ പാലാരിവട്ടം SHOയെ മാറ്റണമെന്നാവശ്യപ്പെട്ട DGPയെ സമീപിച്ചു. ഒടുവിൽ വീണ്ടും കോടതിയിലേക്ക്. നടി ലക്ഷ്മിപ്രിയ, ക്യാൻ ചാനൽ മീഡിയ ഉടമ സുകുമാർ, അഭിമുഖം നടത്തിയ സുരേഷ്, പാലാരിവട്ടം SHO എന്നിവരാണ് എതിർകക്ഷികൾ. ഗൂഢാലോചനയിൽ ശ്വേതാ മേനോന്റെ പങ്ക് അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ഹർജി ഫയലിൽ സ്വീകരിച്ച എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടി. അടുത്ത വ്യാഴാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. അതേസമയം അൻസിബയുടെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരം ടിനി ടോമിനെതിരെ കേസെടുത്ത കടവന്ത്ര പോലീസ് ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ലൈംഗിക ചുവയോടെയുള്ള സംഭാഷണം, മതവികാരം വ്രണപ്പെടുത്തൽ, സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നീ വകുപ്പുകളാണ് ടിനിക്കെതിരെ ചുമത്തിയത്. അമ്മ കുടുംബസംഗമത്തിന്റെ റിഹേഴ്സലിനിടെ ജിഹാദി, മതതീവ്രവാദി എന്നെല്ലാം വിളിച്ച് അധിക്ഷേപിച്ചെന്നും FIRൽ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. ഭൂട്ടാൻ വാഹന തട്ടിപ്പ് കേസിൽ നടൻ ദുൽഖർ സൽമാന് കുരുക്ക് മുറുകുകയാണ്. ദുൽഖറിന്റെ പക്കൽ കൂടുതൽ ഭൂട്ടാൻ വാഹനങ്ങൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസ്. ഇതോടെ താരത്തെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം. ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ദുൽഖറെ ചോദ്യം ചെയ്തിരുന്നു. താൻ നിയമവിധേയമായാണ് വാഹനങ്ങൾ വാങ്ങിയതെന്നും കള്ളക്കടത്തായി എത്തിച്ചതാണെന്ന് അറിയില്ലെന്നുമാണ് ദുൽഖറിന്റെ മൊഴി. താരം കാർ വാങ്ങിയ ഡീലർമാരെക്കുറിച്ചും പണമിടപാടുകളുടെ രേഖകളെക്കുറിച്ചും കസ്റ്റംസ് അന്വേഷണം വ്യാപിപ്പിച്ചു. വൻ വിവാദമായ ഭൂട്ടാൻ ലക്ഷറി വാഹന നികുതി വെട്ടിപ്പ് കേസിൽ സിനിമാ താരം ദുൽഖർ സൽമാനെ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം വീണ്ടും ചോദ്യം ചെയ്യും. താരത്തിൻ്റെ പക്കൽ സമാനമായ രീതിയിൽ ഭൂട്ടാനിൽ നിന്നെത്തിച്ച കൂടുതൽ ആഡംബര വാഹനങ്ങൾ ഉണ്ടെന്ന നിഗമനത്തിലാണ് കസ്റ്റംസിൻ്റെ നീക്കം. ദുൽഖർ സൽമാൻ്റെ മൊഴി കസ്റ്റംസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. കാർ വാങ്ങിയ ഡീലർമാരെക്കുറിച്ചും പണമിടപാടുകളുടെ രേഖകളെക്കുറിച്ചും കസ്റ്റംസ് അന്വേഷണം തുടങ്ങി. താരം നൽകിയ മൊഴിയിൽ ചില വ്യക്തതകൾ കൂടി വരുത്തേണ്ടതുണ്ടെന്നും കൂടുതൽ വാഹനങ്ങൾ കൈവശമുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വരും ദിവസങ്ങളിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്നും കസ്റ്റംസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസമാണ് കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം ദുൽഖർ സൽമാനെ വിളിച്ച് ചോദ്യം ചെയ്തത്. താൻ പൂർണ്ണമായും നിയമവിധേയമായാണ് ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളതെന്നും ഇന്ത്യയിലെ ഒരു പ്രമുഖ കാർ ഡീലർ വഴിയാണ് ഇടപാടുകൾ നടത്തിയതെന്നുമാണ് താരത്തിൻ്റെ മൊഴി. ഈ വാഹനങ്ങൾ കള്ളക്കടത്തായി ഇന്ത്യയിൽ എത്തിച്ചതാണെന്നോ ഇതിനു പിന്നിൽ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നോ ഉള്ള കാര്യങ്ങൾ തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ദുൽഖർ സൽമാൻ കസ്റ്റംസിന് മൊഴി നൽകിയിട്ടുണ്ട്. ദുൽഖർ നായകനായി അഭിനയിച്ച തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കർ എന്ന സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള നിസാൻ പട്രോൾ കാറും പിടിച്ചെടുത്തിരുന്നു. നേരത്തെ ദുൽഖറിൻ്റെ പക്കൽ നിന്ന് ലാൻഡ് റോവർ ഡിഫൻഡർ, ടൊയോട്ട ലാൻഡ് ക്രൂസർ, നിസാൻ പട്രോൾ തുടങ്ങിയ വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. ഈ രാജ്യത്ത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ പേടിക്കണം, ഇല്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയെ വിവാഹം ചെയ്ത കേസിൽ ഭർത്താവ് മുഹമ്മദ് ഫർമാൻ കേരളം ഒളി സങ്കേതമായാണ് കാണുന്നത്. കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടും അവരിവിടെ ഒളിവിൽ താമസിക്കുകയാണ്.
ട്രാൻസിറ്റ് മുൻകൂർ ജാമ്യം നേടണമെന്ന ആവശ്യവും കേരള ഹൈക്കോടതി തള്ളിയതോടെ ഫർമാന് കീഴടങ്ങിയേ മതിയാകൂ. അതിനിടെ തങ്ങൾക്ക് വധഭീഷണി ഉണ്ടെന്നും കേരളത്തിൽ തന്നെ തുടരാനാണ് തീരുമാനമെന്നും പെൺകുട്ടിയും ഭർത്താവും പ്രതികരിച്ചു. കുംഭമേളയിൽ വൈറലായ പെൺകുട്ടിയെ വിവാഹം ചെയ്ത കേസിൽ ഭർത്താവ് മുഹമ്മദ് ഫർമാന് അനുവദിച്ചിരുന്ന ട്രാൻസിറ്റ് മുൻകൂർ ജാമ്യത്തിന്റെ കാലാവധി നീട്ടണമെന്ന ഹർജിയാണ് കേരള ഹൈക്കോടതി തള്ളിയത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. മധ്യപ്രദേശിലെ കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തെ സാവകാശം അനുവദിക്കണമെന്നായിരുന്നു ഫർമാന്റെ ആവശ്യം. എന്നാൽ മധ്യപ്രദേശിലെ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കണമെന്ന നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. ഫർമാന്റെ മുൻകൂർ ജാമ്യാപേക്ഷ മധ്യപ്രദേശിലെ പോസ്കോ കോടതിയും കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതേസമയം തങ്ങൾക്ക് വധഭീഷണിയുണ്ടെന്ന് പെൺകുട്ടിയും മുഹമ്മദ് ഫർമാനും ന്യൂസ് 18നോട് പറഞ്ഞു. നേരിൽ കണ്ടാൽ വെടിവെച്ചു കൊല്ലുമെന്ന് ഭീഷണി സന്ദേശമാണ് ലഭിച്ചതെന്ന് ഇരുവരും വ്യക്തമാക്കി. मैम ये मैसेज तो हमें पता नहीं, लगातार इनके मैसेज बहुत सारे लोग मैसेज आ रहे हैं, गोली मारने का, ये करने, किस को देखे इंस्टाग्राम पे आ रहे, मार देंगे, मध्य प्रदेश आए तो काट देंगे, लफ्ज याद है ऐसा, लेकिन ऐसा कोई लफ्ज याद नहीं है. हम दोनों 18 के ऊपर है, हमारी मर्जी है शादी वगैरह भी नहीं है कि अच्छा वकील कर सके, एडवोकेट कर सके, पैसे भी नहीं है, कुछ भी नहीं. जो मेरे कुछ सॉन्ग वगैरह कुछ छोटा मोटा काम किया था वो सारे पैसे भी मेरी फैमिली ने. മധ്യപ്രദേശ് പോലീസ് വ്യാജ ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയേക്കുമെന്ന ആശങ്കയും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട്. जी बहुत ज्यादा खतरा है. मध्य प्रदेश की पुलिस हमको खबर मिली है, इनकाउंटर करने का बोल रही है, गोली मारने का, मार डालेंगे करेंगे, ऐसी खबरें आ रही है. मुझे मैसेज भी आया, ऐसे मोबाइल में मैसेज भी आ रहे हैं मारने का. ये बाहर से भी हमको खबरें आई तो हम बहुत ज्यादा डरे हुए, डर के मारे खाना खाने के लिए भी बाहर नहीं जाते. इतना ज्यादा डर लगता है कि कोई मार देगा. മധ്യപ്രദേശിലെ കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിന് പകരം വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാൻ അനുമതി തേടിയിട്ടുണ്ടെന്നും അവർ അറിയിച്ചു. കേരളത്തിലായതിനാലാണ് ഇപ്പോൾ സുരക്ഷിതരായി കഴിയുന്നതെന്നും തുടർന്നും കേരളത്തിൽ തന്നെ താമസിക്കാനാണ് തീരുമാനമെന്നും ഇരുവരും വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ലഹരി മാഫിയക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ആഞ്ഞടിക്കുകയാണ്. ഡോക്ടർമാർക്കും സിനിമാ മേഖലയിലുള്ളവർക്കും ഉൾപ്പെടെ ലഹരി എത്തിച്ചെന്ന പ്രധാന വിതരണക്കാരെ കൊച്ചിയിൽ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. ഇതോടൊപ്പം കളമശ്ശേരിയിലും വൻ MDMA വേട്ട നടന്നു. മലപ്പുറത്ത് 2 കേസുകളിലായി MDMAയുമായി 4 പേർ പിടിയിലായിട്ടുണ്ട്. പാലക്കാട് ലഹരി മരുന്നുമായി സിക്കിം സ്വദേശിയെ പോലീസ് പൊക്കി. ഓപ്പറേഷൻ തൂഫാൻ തുടങ്ങിയതോടെ അനധികൃത മദ്യവിൽപ്പന പിടിക്കുന്ന കേസുകളും വർദ്ധിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് എറണാകുളം ചേരാനല്ലൂരിൽ വാടക വീട്ടിൽ താമസിച്ച് ലഹരി വിൽപ്പന നടത്തിയിരുന്ന അമൽ ജോർജിനെയും അഭിജിത്തിനെയും ഡാൻസ് ഓഫ് സംഘം അറസ്റ്റ് ചെയ്തത്. ഡോക്ടർമാർക്കും സിനിമാ പ്രവർത്തകർക്കും ഉൾപ്പെടെ ഇവർ ലഹരി എത്തിച്ചിരുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് നടപടി. അമൽ ജോർജിനെ 1 വർഷം മുമ്പ് 250 ഗ്രാം MDMAയുമായി പിടികൂടിയിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ലഹരി വിൽപ്പനയിലൂടെ ലഭിച്ച പണത്തിന്റെ ഇടപാടുകൾ അഭിജിത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് നടത്തിയിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. കളമശ്ശേരിയിൽ നടത്തിയ മറ്റൊരു പരിശോധനയിൽ 66.79 ഗ്രാം MDMA പിടിച്ചെടുത്തു. കേസിൽ സഹൽ MB എന്നയാൾ പിടിയിലായി. മറ്റൊരു കേസിൽ 5.69 ഗ്രാം MDMAയുമായി ആഷിഫ് എന്നയാളും പിടിയിലായതായി പോലീസ് അറിയിച്ചു. മലപ്പുറത്ത് വ്യത്യസ്ത കേസുകളിലായി MDMAയുമായി 4 പേർ പിടിയിലായി. അരീക്കോട് വൻ രാസലഹരി ശേഖരവുമായി പിടിയിലായത് അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ മുണ്ടമ്പറമ്പ് സ്വദേശി പന്തക്കാത്തൊടി അബ്ദുൽ നാസറാണ്. കാറിൽ കറങ്ങി നടന്ന് ലഹരി മരുന്ന് വിൽപ്പന നടത്തിവരുന്നതിനിടെ 4 ഗ്രാം MDMAയുമായി ഇയാളെ ഡാൻസ് ഓഫ് ടീമും അരീക്കോട് പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു. തുടർന്ന് ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 250 ഗ്രാം MDMA, 5 ലക്ഷം രൂപ, ഡിജിറ്റൽ ത്രാസ്, വിദേശ കറൻസികൾ എന്നിവ കണ്ടെത്തി. ലഹരിക്കടത്തിന് ഉപയോഗിച്ച കാറും പിടിച്ചെടുത്തിട്ടുണ്ട്.
ബംഗളൂരുവിൽ നിന്ന് MDMA കടത്തുന്നതിനിടെ ലഹരിക്കടത്ത് സംഘത്തിലെ മുഖ്യ കണ്ണികൾ പൂക്കോട്ടുപാടത്ത് അറസ്റ്റിലായതാണ് രണ്ടാമത്തെ കേസ്. കാറിൽ കടത്തിക്കൊണ്ടുവന്ന 60 ഗ്രാം MDMAയുമായി മമ്പാട് സ്വദേശി സിറാജ്, കരിപ്പൂർ കൈതക്കോട് സ്വദേശി മുഹമ്മദ് റാഷിദ്, പുൽപ്പറ്റ കുഴിയമ്പറമ്പ് സ്വദേശി മിക്കായൽ എന്നിവരെയാണ് പോലീസും ഡാൻസ് ഓഫ് സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്ന് 35,000 രൂപയും ഒരു എയർ ഗണ്ണും ഇലക്ട്രോണിക് ത്രാസും കണ്ടെടുത്തു. ഡ്രൈഡേയിൽ അനധികൃത വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 70ഓളം കുപ്പി മദ്യവും മലപ്പുറത്ത് പിടിച്ചെടുത്തു. മാട്ടുമ്മൽ പ്ലാവിൻ ചുവട് സ്വദേശി രാജേഷ്, മുണ്ടൻ കോട്ടുചിറ സ്വദേശി വിജയകുമാർ എന്നിവരുടെ വീടുകളിൽ നിന്നാണ് മദ്യശേഖരം പിടിച്ചെടുത്തത്. രാജേഷും വിജയകുമാറും മുൻപും സമാനമായ കേസിൽ അറസ്റ്റിലായിരുന്നു. പാലക്കാട് മയക്കുമരുന്നുമായി സിക്കിം സ്വദേശി പിടിയിലായി. പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് 63.607 ഗ്രാം ട്രമഡോൾ ക്യാപ്സൂളുകളുമായി സാഷി ഹാങ് സുബ എന്നയാൾ പിടിയിലായത്. പാലക്കാട് തിരുമിറ്റക്കോട് നിന്നും എക്സൈസ് സംഘം 96 ലിറ്റർ വാഷ് കണ്ടെത്തി നശിപ്പിച്ചു. പ്രതിക്കായി അന്വേഷണം തുടങ്ങി. അട്ടപ്പാടിയിൽ വമ്പൻ വ്യാജവാറ്റ് കേന്ദ്രവും എക്സൈസ് സാഹസികമായി തകർത്തു. ചാളയൂർ ഉന്നതിയിൽ നിന്നും 3 കിലോമീറ്റർ അകലെയാണ് പാറക്കെട്ടുകൾക്കിടയിൽ നടത്തിയ പരിശോധനയിൽ വ്യാജവാറ്റ് കേന്ദ്രം കണ്ടെത്തി നശിപ്പിച്ചത്. 200 ലിറ്ററിന്റെ 3ഉം 100 ലിറ്ററിന്റെ 10ഉം 50 ലിറ്ററിന്റെ 1ഉം ബാരലുകളിൽ സൂക്ഷിച്ചിരുന്ന 1650 ലിറ്റർ വാഷും ചാരായം വാറ്റുന്ന ഉപകരണങ്ങളുമാണ് നശിപ്പിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. മലപ്പുറം മഞ്ചേരിയിലെ ശങ്കരൻ നാരായണന് ഓർമ്മയില്ലേ? സ്വന്തം മകളെ പീഡിപ്പിച്ചു കൊന്നയാളെ കൊലപ്പെടുത്തിയ അച്ഛൻ. പെൺമക്കളുള്ള ഓരോ അച്ഛന്മാരുടെയും മനസ്സിലെ ഹീറോയായിരുന്നു ശങ്കരൻ നാരായണൻ. അതേപോലെ തിരുവനന്തപുരം പോത്തൻകോടുമുണ്ട് ഒരു പിതാവ്. മകളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളുടെ കാൽ തല്ലയൊടിച്ച അച്ഛൻ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അയൽവാസിയായ 40-കാരൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അതിക്രമം കാട്ടിയത്. വിവരമറിഞ്ഞ് പെൺകുട്ടിയുടെ പിതാവ് തടിക്കഷ്ണം കൊണ്ട് അയൽവാസിയുടെ കാൽ തല്ലിയൊടിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ കാലൊടിഞ്ഞ അയൽവാസി പോലീസിൽ പരാതി നൽകി. ഇവിടെ ലൈംഗിക അതിക്രമം കാട്ടിയയാളെ പിടികൂടുന്നതിന് പകരം പെൺകുട്ടിയുടെ അച്ഛനെയാണ് പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തത്. പിന്നീടാണ് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനാണ് പിതാവ് ആക്രമിച്ചതെന്ന വിവരം പോലീസിന് ലഭിച്ചത്. ഇതോടെ അയൽവാസിയെ അറസ്റ്റ് ചെയ്തു. നിയമം നടപ്പാക്കേണ്ടതും ശിക്ഷ വിധിക്കേണ്ടതും പോലീസും കോടതിയുമാണ്. എന്നാൽ സ്വന്തം മക്കളെ ഒരാൾ ഉപദ്രവിച്ചാൽ നോക്കി നിൽക്കാൻ ഒരു പിതാവിനും കഴിയില്ലെന്നേ. അതുകൊണ്ട് തന്നെ പോത്തൻകോട്ടെ അച്ഛൻ്റെ പ്രതികാരം ഒരു തെറ്റായി കാണാൻ പറ്റുമോ? ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.